ഹായ് ഡിയേഴ്സ്, നമ്മളുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ വർഷം, അതായത് 2024 വർഷം PGക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയൊരു ചാനലാണിത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ടുള്ള ക്ലാസ്സുകൾ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആരംഭം എന്നോണം കുറച്ച് ഔട്ട്ലൈൻ മാത്രം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. നമ്മളുടെ കോഴ്സിനെ കുറിച്ച്, നമ്മളുടെ സിലബസിൽ ഈ പ്രാവശ്യം ഫസ്റ്റ് സെമസ്റ്ററിൽ സിലബസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം, ജസ്റ്റ് ഒന്ന്. അതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ഓരോ വീഡിയോയിലും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഒന്ന് നോക്കി പോകാം. അപ്പോൾ നിങ്ങളിൽ എല്ലാവർക്കും തന്നെ നമ്മളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവിടെ. അപ്പോൾ അതിൻ്റെ ബേസിൽ കുറേ പേർക്കൊക്കെ എൽഡെസ്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയായിട്ട് കയറി നമ്മളുടെ സിലബസ് നോക്കാൻ പറ്റിയിട്ടുണ്ടാകും. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ സിലബസ് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് ശേഷമുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ അല്ല. അപ്പോൾ എൽഡെസ്ക് ഇതേവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട്, നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് എൽഡെസ്ക് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ വരും. ആ ആപ്പ് നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ കയറുമ്പോൾ കുറേ ഡീറ്റെയിൽസ്, നമ്മളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും എൻറോൾമെൻറ്റ് നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അതാത് കോളത്തിൽ അടിച്ചു കൊടുത്തിട്ട് കയറാൻ പറ്റും. സെക്കൻഡ് ചാൻസിൽ നമ്മൾ കയറാൻ നേരത്തെ ചിലപ്പോൾ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പറിന് പകരം വേറെ ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റിയത് നമ്മളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറില്ലേ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറാൻ വേണ്ടി നമ്മളൊരു ഇമെയിൽ ഐഡിയും അതിന് വേണ്ടി ഒരു പാസ്വേഡും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം പാസ്വേഡ് തന്നെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാകും, കയറാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് എൽഡെസ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ലോഗ് ഔട്ട് അടിക്കാതെ ബാക്ക് അടിച്ച് പോരുവാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമുക്ക് എൽഡെസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും. ലോഗ് ഔട്ട് ചെയ്ത് ആണെങ്കിൽ വീണ്ടും നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് കയറേണ്ടി വരും. അപ്പോൾ അത് മെയിൻ ബാക്ക് അടിച്ച് പോരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോ പ്രാവശ്യവും എൽഡെസ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു എൽഡെസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി എൽഡെസ്ക് എടുത്തു കഴിയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നിങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴത്തേനും കാണാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ എൽഡെസ്കിൽ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതായത് അതാണ് നമ്മുടെ സിലബസ്. ആ ഈ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഓരോന്നും സെം 1, സെം 2, സെം 3 അങ്ങനെ സെം 6 എന്ന് വരെയും കിടപ്പുണ്ട്. നമുക്ക് സെം 4 വരെയുള്ളൂ, സെമസ്റ്റർ 4 വരെയുള്ളൂ. പക്ഷേ അത് ഡീഫോൾട്ടാ സെമസ്റ്റർ 6 എന്ന് വരെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സെമസ്റ്റർ 1 ഡീറ്റെയിൽസ് മാത്രമാണ് അറിഞ്ഞു പോകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സെമസ്റ്റർ 2, സെമസ്റ്റർ 3 എന്നൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ നിന്നും ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സെമസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും അത് ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി സെമസ്റ്റർ 1 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അതിൽ നമ്മളുടെ സെമസ്റ്റർ 1 സിലബസ്, അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സംസ്കാര ചരിത്രം എന്നുള്ളതാണ് ആദ്യം വരുന്നത്. ഇത് ഡിസിപ്ലിൻ കോർ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് M21 ML01 DC. ഇതാണ് അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. M21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 ആരംഭിച്ചതാണ് നമ്മളുടെ SGOU എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി. 2021 ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് M21 വന്നത്. പിന്നെ ML എന്നുള്ളത് മലയാളത്തെയും 01 എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ നമ്പറുമാണ്, ഒന്നാമത്തെ കോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ. DC എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കോറിൻ്റെ ഷോർട്ടാണ്. ഡിസിപ്ലിൻ കോറിൻ്റെ Dയും Cയും. ഓക്കെ, അപ്പോൾ കേരള സംസ്കാര ചരിത്രം എന്ന് പറയുന്ന കോഴ്സ് ഒന്നാമത്തെ കോഴ്സായിട്ട് നമുക്ക് ഒന്നാമത്തെ വിഷയമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ആധുനിക സമകാല കവിതാ സാഹിത്യം എന്നുള്ളതാണ്. അതും ഇതുപോലെ തന്നെ ഡിസിപ്ലിൻ കോർ കോഴ്സാണ്. അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് M21 ML02 DC ആണ്. M21 ML02 DC. ഓക്കെ, നെക്സ്റ്റ് വൺ ഗദ്യം കഥാസാഹിത്യം. ഇതും ഡിസിപ്ലിൻ കോർ കോഴ്സ് തന്നെയാണ്. അതിൻ്റെ കോർ കോഡ് എന്ന് പറയുന്നത് M21 ML03 DC ആണ്. ഓക്കെ, ഇനി നാലാമത്തത്
വ്യാകരണ പഠനം എന്നുള്ള സബ്ജക്റ്റാണ്. അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് M21 ML04 DC എന്നുള്ളതാണ്. അഞ്ചാമത്തത് വേറൊരു മേഖലയാണ് വിവർത്തന പരിചയം മലയാളം കമ്പ്യൂട്ടിങ്. അതാണ് ആ വിഷയത്തിൻ്റെ പേര്. ഇത് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സായിട്ട് നമ്മൾ ഈ സെമസ്റ്ററിൽ ചെയ്യുന്നത് വിവർത്തന പരിചയം മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് M21 ML01 AC ആണ്. AC എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറിയുടെ ഷോർട്ടായിട്ടാണ് AC എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ തുടർച്ചയായിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും എടുത്തിട്ട് നമുക്ക് പറ്റുന്ന മുറയ്ക്ക് ക്ലാസ്സുകൾ ഇട്ട് തരുന്നതാണ്. ഓക്കെ.